അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ റിസോർട്ടിലേക്കാണ് വന്നത്. ഞങ്ങൾ ബാലിയിൽ 2 സ്ഥലങ്ങളിലായിട്ടാണ് നിന്നത്. അതിൽ ഫസ്റ്റ് പ്ലേസ് കൂട്ട എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ ഗോൾഡൻ ടൂലിപ്പ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഞങ്ങൾ ആദ്യം നിന്നത് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടും അതിലാണല്ലോ വിസ ഓൺ അറൈവൽ, അതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ചെക്ക് ഇൻ തന്നത്. നമ്മൾ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു, എസ്പെഷ്യലി എവിൻ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കണ്ടുവെക്കാം. റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ടേബിളുണ്ട്, അപ്പുറത്തൊരു വർക്ക് ടേബിളുണ്ട്, നല്ല വലിയ ബെഡാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്കൊന്ന് കാണാം. ഇതിനോട് ചേർന്നിട്ട് ഒരു ഷെയർഡ് പൂളുണ്ട്. അവർ ലഗൂൺ പൂൾ എന്നാണ് കേട്ടോ അവർ പറയണത്. ഇത് ആകെക്കൂടെ ഈ റിസോർട്ടിലൊരു 6-7 റൂമുകൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഈ ഒരു ഷാലോ പൂളാണ്, ചെറിയ പൂളാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ അവർ തന്നെ ഇറങ്ങിപ്പോയാലും അങ്ങനെ മുങ്ങുന്ന അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. കാരണം വളരെ ചെറിയ ആഴം കുറഞ്ഞ പൂളാണ്. എന്നാൽ പിള്ളേർ നല്ലോണം എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇവന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു പൂളുള്ളത് കൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിസോർട്ട് ഒന്ന് കാണാം കേട്ടോ. 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്, നല്ല വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞങ്ങൾ 4 ദിവസം ഇവിടെ നിന്നു. എന്നിട്ട് പോലും ഏതാണ് തുടക്കം ഏതാണ് അവസാനം എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ റിസോർട്ടിൻ്റെ 4 പാടും 4 സൈഡ്സിൽ ഇതേപോലെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിലൊക്കെ മീനും ഉണ്ടാവും കേട്ടോ, നിറച്ച് ചെടികളും ഉണ്ട്. ഇത് ലോഞ്ചല്ലേ? ഇതെന്താ ഈ സംഭവം? പാട്ട് പാടണ. ഈ ലോഞ്ചിനോട് ചേർന്നിട്ട് ഒരു കോഫി ബാറുണ്ട്, കോഫി ആൻഡ് ബാർ എന്നാണ്. അവിടെ കോഫി കിട്ടും, ടീ കിട്ടും, ആൽക്കഹോൾ കിട്ടും, വൈൻ കിട്ടും, സ്നാക്സ് കിട്ടും. ഇങ്ങോട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് കേട്ടോ. താഴത്തെ ഫ്ലോറിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഈ നേരെ കാണുന്നതാണ് കോഫി ആൻഡ് ബാറ്. അപ്പോൾ അതാ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഓരോ ഫ്ലോറിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജിമ്മ്. കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക, കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസ് ഇല്ലാതെ പോയിട്ടുണ്ട്. ഇത് വേറെ ഒരു കോറിഡോറിൻ്റെ സൈഡ് വ്യൂ ആവണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയ പ്രോപ്പർട്ടിയാണ്. ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ സൈഡിൽ കണ്ടതൊക്കെ ഞാൻ വീഡിയോ എടുത്താണ്. അത്രയും വലിയ പ്രോപ്പർട്ടിയാണിത്. ഈ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന എല്ലാ ചെടികളും റിയലാണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. ഈ 3rd ഫ്ലോറിൽ സ്റ്റെപ്സ് കയറിപ്പോയാൽ യോഗ ഏരിയ ഉണ്ട്. അതൊന്നും മെയിൻറ്റെയിൻഡ് അല്ലാണ്ട് അത് നാശമായി പോയിട്ടുണ്ട്. ആക്ച്വലി അവർ റിനോവേറ്റ് ചെയ്യുന്നതാണ് അവരന്ന് പറഞ്ഞത്, ചെയ്യുമായിരിക്കും കേട്ടോ. ഇനി ഈ കാണുന്നത് സ്പായാണ്. സ്പാ നല്ല ആക്റ്റീവാണ്, നല്ല മെയിൻറ്റെയിൻഡ് ആണ്. ഞങ്ങൾ പോയ ആ സമയത്ത് അത് എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് വേറൊരറ്റത്തെത്തിയപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സംഭവം പൂൾ ഗ്രിൽ ആൻഡ് ബാർ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അതവിടെ കാണാം, നവീൻ എന്ന് പറഞ്ഞിട്ട് പൂൾ ഗ്രിൽ ആൻഡ് ബാറാണ് അത്. പക്ഷെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കിഡ്സ് ക്ലബ്ബാണ്. ഇത് ക്ലോസ്ഡ് ആയിരുന്നു, അതിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ച് ഇതേപോലെ ആർട്ടിഫിഷ്യൽ പോൺസ് ഉണ്ട്, അതിലൊക്കെ മീനുകളും ഉണ്ട്. പിന്നെ കുറേ സിറ്റിംഗ് ഏരിയയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പലയിടങ്ങളിലായിട്ട്. ഇതിങ്ങനെ ഞങ്ങൾ നടന്ന് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രോപ്പർട്ടിയാണ്, ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഇതേപോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്.
അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയത് ഇവിടുത്തെ മെയിൻ പൂൾ ഏരിയ ആണ് കേട്ടോ. അത് ഭയങ്കര വലിയ പൂളാണ്. നമ്മുടെ ഷെയർഡ് പൂളല്ലാതെ റിസോർട്ടിൻ്റെ മെയിൻ പൂളാണ്. ഭയങ്കര വലിയ പൂളാണ്. അതിനോട് സൈഡിലൊരു കിഡ്സ് പൂളും ഉണ്ട്. ഇത് ബിഗ് പൂളാണ്. കിഡ്സ് പൂൾ വേറെ ഉണ്ടാവും കൂട്ടാ. ഈ പൂൾ ഏരിയ ഭയങ്കര വലിപ്പമുണ്ട്. ഈ റിസോർട്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് പൂൾ ഏരിയ വരുന്നത്. അത് തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ഇവന് ഇച്ചിരി പിണക്കത്തിലാണ്. അവനെ ഷെയർഡ് പൂളിൽ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ തളർന്നു. അപ്പോൾ ഇത് പൂളിനോട് ചേർന്നിട്ടുള്ളൊരു സ്റ്റേഡിയം പോലെ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ അവർ പാർട്ടീസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈവനിങ് പാർട്ടി, നൈറ്റ് പാർട്ടിയൊക്കെ. പാർട്ടി മീൻസ് ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനത്തെ ഫങ്ഷൻസ് അവർ ചെറിയ ഫങ്ഷൻസൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് അവനെ ഷെയർഡ് പൂളിൽ ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാപ്പിയാണോ കടിയാണോ? കാപ്പി മതി. അല്ല, ഇതിങ്ങനെ നമ്മൾ കയറി രക്ഷപ്പെടാം. കിഡ്സ് ഒന്നല്ല, ഇറങ്ങി എങ്ങനെയുണ്ട്? എഴുന്നേറ്റ് വാടാ. അപ്പോൾ കോഫി ബാർ കാണുന്നില്ല, അത് തപ്പി നടക്കുകയാണ്. അങ്ങനെ ആ നേരെ കാണുന്നതാണ് റിസോർട്ട് കേട്ടോ. നേരെ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ കോഫി ആൻഡ് ബാർ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിച്ചാലേ നമുക്ക് ചായ കുടിക്കാൻ പറ്റൂ. അപ്പോൾ അത് തപ്പാണ്. ആക്ച്വലി വഴിയൊന്നും അറിയില്ല, അത്ര അധികം ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പൂൾ ഏരിയ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ട്രയാങ്കിൾ പോലെയുള്ളത് ചുമ്മാ നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളാണ്. നനഞ്ഞിട്ട് അതിനകത്ത് ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ടവലുകളാണ് കേട്ടോ. നമുക്ക് ചായ കാപ്പി വേഗം കുടിച്ചിട്ട് അവനെ പൂളിൽ ഇറക്ക് അല്ലേ. അത് ഇവിടെ അല്ലല്ലോ, നമ്മൾ വേറൊരു സ്ഥലം കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കോഫി ആൻഡ് ബാർ കണ്ടുപിടിക്കുന്നതിന് മുന്നേതാ ഇതൊരു സംഭവം കണ്ടതാണ്. ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അത് ഫുൾ ഷെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ ഇറങ്ങിത്തിരിഞ്ഞാൽ ആദ്യം നമ്മുടെ ലോഞ്ച് ഏരിയയിലെ കോഫി ആൻഡ് ബാറിലെത്തി. അപ്പോൾ ഞങ്ങളൊരു കോഫിയും ഒരു ടീയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്നാക്സ് ഉണ്ടാവും. ആ സ്നാക്സ് നമ്മൾ ഒരു കോഫിയോ എന്താണോ ഓർഡർ ചെയ്യണത് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളൊരു കോഫിയും ഒരു ടീയുമാണ് ഓർഡർ ചെയ്തത്. അവരുടെ അന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ഒരു കോൾ സാൻഡ്വിച്ചും ഒരു സിനമൺ റോളും ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓരോ കോഫിക്കൊപ്പം ഒരു കോൾ സാൻഡ്വിച്ചും സിനമൺ റോളും ഫ്രീ കിട്ടിയിട്ടോ. അത് ഫ്രീ ആണ്, അത് ചാർജബിൾ അല്ല. കേട്ടോ. കഴിച്ചോ ഇവന് കഴിച്ചോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഷെയർഡ് പൂളിൽ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി വെള്ളം വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അവിടെ വെള്ളം ഇത്തിരി കോസ്റ്റ്ലിയാണ്. നമുക്ക് 350 ml 2 ബോട്ടിലേ പെർ ഡേ നമുക്ക് റിസോർട്ടിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ ഒക്കെ ചാർജബിളാണ്, അതും ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 2 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ, അതായത് മൊത്തം 4 ലിറ്റർ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തികയില്ല, ഭയങ്കര റേറ്റ്. നമ്മൾ റിസോർട്ടിലായാലും ഹോട്ടലിലായാലും നമ്മൾ ബോട്ടിൽഡ് വാട്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. അല്ലാതെ ബോട്ടിൽഡ് വാട്ടർ അല്ലാതെ കഴിക്കുന്നത് അത്ര നല്ലതും അല്ല, വയറ് ചിലപ്പോൾ കേടാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലിയിൽ പോയാൽ എന്തായാലും നമ്മളിങ്ങനെ ബോട്ടിൽഡ് വാട്ടർ, അതായത് മിനറൽ വാട്ടർ എന്താ പറയുകയെന്ന് വെച്ചാൽ അത് വാങ്ങിക്കണം. ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത റോട്ടി ഇന്ത്യൻ കറിയാണ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അത് നല്ലതായിരുന്നു. ഇപ്പോഴത്തേക്ക് കൂൾ സാൻഡ്വിച്ചും ഒക്കെ നല്ലതായിരുന്നു. ഇവിടെ ഇന്ത്യൻ ഫുഡ്സ് അവൈലബിൾ ആണ്. അത് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ അറിയണ്ടായിരുന്നില്ല, പക്ഷേ അതെന്തായാലും നന്നായി, നല്ല ഫുഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒരു ഇന്ത്യൻ ഫുഡ്സിൻ്റെ ഒരു കൗണ്ടറുണ്ട്. ഇന്ത്യൻ ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്സാണ്, സൗത്ത് ഇന്ത്യൻ ഒന്നുമല്ല. പക്ഷേ അതെന്തായാലും നന്നായി, കാരണം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ഇന്തോനേഷ്യൻ ഫുഡൊക്കെ മടുത്ത് തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയിട്ട് നമ്മുടെ പൂളിൽ ഒന്ന് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാത്രി സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും പോയി തിരിച്ചു വന്ന് ഡിന്നർ അവിടെ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു, ഈ പാട്ടും കേട്ടോണ്ട്. അങ്ങനെ ഞങ്ങൾ ബാലിയിൽ എത്തിയിട്ടുള്ള ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ പല സ്ഥലങ്ങളും കാണാൻ പോയി. അതൊക്കെ ആ സ്ഥലങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.